പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ 50 കൊല്ലം കൊണ്ട് റോഡ് സൈഡിൽ കിടന്ന് കച്ചവടം ചെയ്യുകയാണ്. ഏത് സമയവും വാഹനത്തിൻ്റെ പ്രശ്നം കൊണ്ട് എന്ത് സംഭവിക്കാം. അതുകൊണ്ട് സർക്കാർ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണം. ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ഒരു സഹായം ഉണ്ടാകണം. ഒരു മാർക്കറ്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. പെരുമാതുറ മേഖലയിൽ മാത്രമേ മാർക്കറ്റിൻ്റെ അകത്ത് അത് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് കമ്മിറ്റി മറ്റു മുമ്പറന്മാരടുത്തെല്ലാം നമ്മൾ പറഞ്ഞു. അവർ ഈ പറയുന്ന സമയത്താന്ന് പറയുന്ന അല്ലാത്ത രീതിയിൽ അവർ ഒരു കാര്യവും നമുക്കിവിടെ ചെയ്തു തരുന്നില്ല. നമ്മൾ വോട്ടിൻ്റെ സമയമാകുമ്പോൾ അവർ വോട്ടിന് വരും, നമ്മൾ വോട്ടിട്ട് കൊടുക്കും. വോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അറിഞ്ഞുകൂടാ വരും. വേണ്ടിയാണ് ഞങ്ങൾ ഈ കാര്യം പറയുന്നത്. എത്രയും പെട്ടെന്ന് സർക്കാർ നമ്മൾ ഒരുക്കി തരണം. കാര്യം ഞങ്ങളുടെ ജീവിതം ഒരു സമയം പണം ഞങ്ങളെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. വാഹനത്തിൻ്റെ പ്രശ്നമാണ് മെയിനാണ്. അതുകൊണ്ട് പഞ്ചായത്ത് മുഖേന ഞങ്ങൾ സർക്കാരിൽ നിന്ന് ഒരു സഹായം ഉണ്ടാക്കി തരണം. ഞങ്ങൾക്ക് മാർക്കറ്റ് മെയിനായിട്ട് മാർക്കറ്റ്. ഈ കടയുടെ ഫ്രണ്ടിലാണ് കച്ചവടം ചെയ്യുന്നത്. കടയുടെ ഫ്രണ്ടിലെന്ന് വെച്ചാൽ ഞങ്ങളുടെ പാവത്തം കരുതിയാണ് അവർ ഈ കടയ്ക്ക് ഫ്രണ്ടിൽ നമ്മളെ എത്തിയിരിക്കുന്നത്. അവർ നമ്മളിവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറഞ്ഞാൽ നമ്മളെടുത്ത് മാറ്റണം. പിന്നെ നമുക്ക് സ്ഥലമില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും ഞങ്ങൾക്ക് സ്ഥലം മാറ്റി മാർക്കറ്റ് ഉണ്ടാക്കി തരണം. അല്ലാതെ ഞങ്ങൾക്കൊരു പൈസ ഇട്ട് ഒരു സ്ഥലം മാറ്റി മാർക്കറ്റ് ഉണ്ടാക്കാനുള്ള അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും. കടക്കാർ നിങ്ങളുമായിട്ട് നല്ല സഹകരണമാണല്ലേ? കടക്കാർക്ക് നല്ല സഹകരണം ആയതുകൊണ്ടാണ് നമ്മളെ ഈ റോഡ് സൈഡിൽ ഇരുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ കടക്കാർ ഇരുത്തേല. കാര്യം അവരെ കടയ്ക്ക് ഫ്രണ്ടിൽ മീൻ വെള്ളവും വിരലും മണ്ണും എല്ലാം ഒലിച്ചിറങ്ങുമ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ട് വരാം. നമ്മൾ തമ്മിൽ സഹകരണം ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഇരുത്തിയിരിക്കുന്നത്. ഏറ്റവും മികച്ച കയർ മേഖല അഞ്ചുതെങ്ങ് പെരുമാതുറ കയർ മേഖലയായിരുന്നു. എന്നാൽ ഇന്ന് ആ വ്യവസായം ഇല്ലാതായി. പെരുമാതുറ ഗ്രാമപ്രദേശത്തിൽ മത്സ്യസമ്പത്താണ് ഇപ്പോൾ ഏക വരുമാനമായുള്ളത്. വളരെ കാലങ്ങളായി ഗ്രാമവാസികൾ ഒരു മത്സ്യ മാർക്കറ്റിനായി അപേക്ഷകൾ കൊടുത്തു. അത് എവിടെയും എത്താത്ത ഒരു അവസ്ഥയാണ്. പെരുമാതുറയോടുള്ള അവഗണന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെരുമാതുറ പഞ്ചായത്ത് നിലവിൽ വന്നാൽ പെരുമാതുറയുടെ ഈ അവസ്ഥകളൊക്കെ മാറും എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നമ്മൾ ഒറ്റക്കെട്ടായി അതിനായി പരിശ്രമിക്കണം. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. ഇത് നമ്മൾ ഓർത്താൽ നല്ലത്. പെരുമാതുറയുള്ള പലചരക്ക് വ്യാപാരികളും മത്സ്യ കച്ചവടക്കാരുമായുള്ള സ്നേഹബന്ധത്തിന് തെളിവാണിത്. കടയുടെ മുന്നിൽ പോലും കച്ചവടം നടത്താൻ അനുവദിക്കുന്നത്. ജീവൻ പണയം വെച്ചും റോഡിൽ കച്ചവടം ചെയ്യേണ്ടി വന്നതിലുള്ള ഉത്തരവാദികൾ ആര്? നന്ദി, നമസ്കാരം.